നമസ്കാരം, ഞാൻ രശ്മി സരൻ. സേമിയ പായസം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രുചിയോട് കൂടിയിട്ടുള്ള സേമിയ പായസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അങ്ങനെ ഒരു പായസത്തിന്റെ റെസിപ്പി ഇന്ന് കണ്ടു നോക്കാം. 1 ലിറ്റർ പാൽ ഉപയോഗിച്ചിട്ടുള്ള പായസമാണ് തയ്യാറാക്കുന്നത്. ആദ്യം പാലൊന്ന് തിളപ്പിച്ച് മാറ്റി വെക്കാം. അതിനായിട്ട് പാലൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലടിയിൽ ഒട്ടിപ്പിടിക്കില്ല. എന്നാൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. 10 മിനിറ്റ് കൊണ്ട് പാല് നന്നായിട്ട് തിളച്ച് കിട്ടും. 1/2 കപ്പ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. അതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത്രയും വെള്ളം പറ്റുന്നവരെ പാൽ ഇളക്കി വേവിച്ചുകൊണ്ടിരിക്കണ്ടേ, അല്ലെങ്കിൽ പിന്നെ പായസത്തിനൊരു വെള്ളച്ചൊവയായിരിക്കും. പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് സേമിയ ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ 75 ഗ്രാം സേമിയുണ്ട്. 1 ലിറ്റർ പാലിന് 1/4 കപ്പ് സേമിയൻ്റെ ആവശ്യമേ ഉള്ളൂ. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 2.5 കൈപ്പിടി സേമിയ ഉണ്ടാവും. 1 കപ്പ് സേമിയ എടുക്കുകയാണെങ്കിൽ 1.5 ലിറ്റർ പാലെങ്കിലും ഇതുപോലെ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് വേണ്ട വരും. ഇനി ഈ സേമിയ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ചൂടാക്കിയെടുത്തിരിക്കുന്ന പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വറുത്തെടുക്കാം. 5 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതിയാകും. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ വറുത്തെടുക്കുക. ഇതുപോലെ സേമിയ നെയ്യിൽ വറുത്തെടുക്കുമ്പോഴായിരിക്കും നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. വറുത്ത സേമിയ ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടൂല. ഇനി വറുത്ത സേമിയ മാത്രമേ ഉള്ളൂ എങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് 2-3 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് നെയ്യിൽ നല്ലൊരു മണം വരുന്നത് വരെ വറുത്തെടുത്താൽ മതി. സേമിയ ഇപ്പോൾ പാകമായിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലൊഴിച്ചു കൊടുക്കാം. ഇനി ഈ പാലിൽ കിടന്നിട്ട് സേമിയ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. 10-15 മിനിറ്റ് എടുക്കും സേമിയ നന്നായിട്ടൊന്ന് വെന്തിട്ട്. മുകളിൽ പാട കെട്ടാതിരിക്കാനായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പായസത്തിന് ആവശ്യമായിട്ടുള്ള പാല് മുഴുവനായിട്ട് നമ്മൾ സേമിയയിലേക്ക് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. സേമിയ വെന്ത് പായസം കുറുകി കഴിയുമ്പോൾ പിന്നെ ബാക്കിയുള്ള പാൽ ഒഴിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലിൻ്റെ ആ ഒരു രുചി മുന്നിലേക്ക് നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരളവിനുള്ള സേമിയയ്ക്കുള്ള പാല് ആദ്യം തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സേമിയൻ്റെ കട്ടിക്ക് അനുസരിച്ചും അതേപോലെ നമ്മൾ നെയ്യിൽ വറുത്തെടുക്കുന്നതിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചും സേമിയൻ്റെ വേവിലും വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു സേമിയ 15 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സേമിയ നമുക്ക് വേണ്ട പാകത്തിന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് കൈ കൊണ്ട് എടുത്തൊന്ന് അമർത്തി നോക്കുക. നല്ല സോഫ്റ്റായിട്ട് അലിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ സേമിയ വെന്തിട്ടുണ്ടാകും. സേമിയ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര, അതായത് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് വേണമെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം വീണ്ടും ചേർത്ത് കൊടുക്കുക. പാലൊഴിച്ചതിന് ശേഷം 3-4 മിനിറ്റും കൂടെ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം പായസം പാകത്തിനൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് കുറുകിയിട്ടുമില്ല, എന്നാൽ ഒരുപാട് ലൂസും അല്ല. തണുത്ത് കഴിയുമ്പോൾ പായസം ഒന്നും കൂടി ഒന്ന് കുറുകി വരും. അപ്പം അതിനനുസരിച്ച് പാകത്തിന് കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതിലേക്ക് നല്ലൊരു രുചിക്കും മണത്തിനൊക്കെ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്കപ്പൊടി എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മുകളിലായിട്ട് പാട കെട്ടാതിരിക്കാനായിട്ട് പായസം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് കോരിയിടണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പൊന്ന് നടുവേ ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് പകുതി മൂപ്പാവുന്ന സമയത്ത് ഇതിലേക്ക് മുന്തിരിയും കൂടെ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. മുന്തിരി ഒന്ന് വീർത്ത് എല്ലാം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ സേമിയ പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഈ ഒരു അളവിൽ തയ്യാറാക്കി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം. കൂടെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. അപ്പോൾ ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.